ഹലോ, അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് GTA 5നെ GTA 5 അല്ല, GTA 5നെ പോലെ GTA സാൻ ആൻഡ്രിയാസിനെ എങ്ങനെ ആക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ GTA സാൻ ആൻഡ്രിയാസിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം GTA സാൻ ആൻഡ്രിയാസിൻ്റെ പുതിയ മോഡല്ല, അവർ ഡെഫിനിറ്റീവ് എഡിഷനായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതായത് എൻ്റെ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട് GTA സാൻ ആൻഡ്രിയാസ് ഡെഫിനിറ്റീവ് എഡിഷൻ. അത് നമുക്ക് ഇപ്പം ഡൗൺലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ചിലവർക്ക് പറ്റത്തില്ല, പിന്നെ ക്രാക്കും കാര്യങ്ങളൊക്കെ. ഇപ്പം അതൊന്നും നിങ്ങൾ വെറി ചെയ്യണ്ട. നിങ്ങളുടെ ഇരിക്കുന്ന GTA സാൻ ആൻഡ്രിയാസ് തന്നെ നമുക്ക് ഒരു GTA 5ൻ്റെ ലെവലിൽ ഇപ്പോഴത്തെ അവരുടെ ഗ്രാഫിക്സ് മോഡിനെ കാട്ടിയിട്ടും അവർ റീമാസ്റ്റർ ചെയ്തതിനെ കാട്ടിയിട്ടും നമുക്ക് കിഡിലോട്ട് ഈ GTA സാൻ ആൻഡ്രിയാസിന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് GTA സാൻ ആൻഡ്രിയാസ് വേണം. അതായത് നമ്മുടെ പഴയ GTA സാൻ ആൻഡ്രിയാസ് നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് DirectX 2.0 എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറും കൂടെ വേണം. സോഫ്റ്റ്വെയർ അല്ല, RAR ഫയലാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾക്ക് നേരെ ഗൂഗിളിൽ പോയതിന് ശേഷം നിങ്ങൾ DirectX 2.0 എന്നടിക്കുക. DirectX 2.0 GTA SA എന്നടിക്കുക. ഓക്കെ, അപ്പോൾ GTA സാൻ ആൻഡ്രിയാസിൻ്റെ അപ്പോൾ ഈ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങളെടുക്കുക. GTA ഇൻസൈഡ് എന്ന് പറയുന്ന സൈറ്റ് ഉണ്ടാവും, അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഡൗൺലോഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ആഡ് വരും, അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് അടുത്ത പേജിലോട്ട് പോകും. എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ഡൗൺലോഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡൗൺലോഡിങ് കാണിക്കുന്നുണ്ട്. അതായത് 68 MB മാത്രമേ ഇതിൻ്റെ സൈസ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് GTA സാൻ ആൻഡ്രിയാസിൻ്റെ ഫോൾഡർ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പം ഞാനിത് ഡിലീറ്റ് കളയാം, ഇത് ആവശ്യമില്ല. ഓക്കെ, GTA സാൻ ആൻഡ്രിയാസിൻ്റെ ഫോൾഡർ കണ്ടുപിടിക്കണം. ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഈ ഡെസ്ക്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ചിലവർക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നവർക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്ന് കാണും. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് നേരെ അതെവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫയൽ. അല്ലാത്തവർക്ക് ചിലവർക്ക് ഡയറക്റ്റായിട്ടായിരിക്കും ഗെയിം പ്ലേ കളിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതേപോലത്തെ ഫോൾഡർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽ, ഇപ്പോൾ നമ്മൾ ഈ മോഡ് ഡൗൺലോഡ് ചെയ്തില്ലേ, ഈ ഫയലിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് WinRAR എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വേണം. WinRAR എന്ന് വേണമെങ്കിലും പറയാം. അപ്പം ആ സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, 7 സിപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. WinRAR ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. WinRAR ഡൗൺലോഡ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ആ സോഫ്റ്റ്വെയർ ഇല്ലാത്തവർ ഫോർ PC ഫ്രീ ഇവരുടെ സൈറ്റിൽ പോവുക. നേരെ നമുക്ക് എന്ത് ചെയ്യുക, ബൈ WinRAR ഒന്നും കൊടുക്കണ്ട, ഡൗൺലോഡ് WinRAR കൊടുത്താൽ മതി. അപ്പോൾ ഡൗൺലോഡ് ആവും. എന്നിട്ട് ആ ഡൗൺലോഡ് ആയ സാധനത്തിൻ്റെ അകത്ത് 2 പ്രാവശ്യം നിങ്ങൾ ഞെക്കുക. ഇടത്തെ സൈഡ് മൗസിൽ അവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ WinRAR എന്നുള്ളത് ഓപ്ഷൻ കാണിക്കും. അതിനുശേഷം നിങ്ങൾ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാവും. അങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. ഓപ്പൺ വിത്ത് WinRAR ഉണ്ട്, എക്സ്ട്രാക്ട് ഫയൽസ് ഉണ്ട്, എക്സ്ട്രാക്ട് 2 ഉണ്ട്, എക്സ്ട്രാക്ട് ഹിയർ ഉണ്ട്. എക്സ്ട്രാക്ട് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളതെല്ലാം എവിടെ കിടക്കും. ഈ എക്സ്ട്രാക്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേ കിടക്കുള്ളൂ. അപ്പോൾ കുറേ ഫോൾഡേഴ്സ് ഉള്ളവർക്ക് എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുന്നതിനെക്കാട്ടി എക്സ്ട്രാക്ട് 2 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ കിടക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. വലിയ സമയമൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എക്സ്ട്രാക്റ്റ് ആയ ഫോൾഡർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് വിൻഡോസ് 10ൻ്റെ ഫിക്സ് ഉണ്ട്, ഒപ്റ്റിമൈസർ ഉണ്ട്, പിന്നെ നമുക്ക് MTA SAMB എന്നൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടത് സിംഗിൾ പ്ലെയറും ഈ 3 കാര്യങ്ങളാണ്. നമുക്ക് ഈ 3 കാര്യങ്ങൾ മതി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സാൻ ആൻഡ്രിയാസ് DirectX 2.0 സിംഗിൾ പ്ലെയർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് ബോണസ് വെർഷൻ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഹൈ, മീഡിയം, ലോ, വെരി ലോ. അപ്പം ഈ ഹൈ, വെരി ലോയും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മീഡിയമാണ്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്ത് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്ന ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ അകത്ത് ENB സീരീസ് എന്നുണ്ടാവും. അതിന് നമ്മൾ നേരെ എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോപ്പി എന്നുണ്ടാവും. ഇപ്പം വിൻഡോസ് 10 യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. കോപ്പി എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ചു പോവുക നമ്മുടെ GTA സാൻ ആൻഡ്രിയാസിൻ്റെ ഫോൾഡറിൽ. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത് വീണ്ടും നമ്മൾ ഇതിൻ്റെ അകത്ത് പോവുക. എന്നിട്ട് സിംഗിൾ പ്ലെയറിൽ പോവുക. അവിടെ നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് എടുത്തു കഴിഞ്ഞു. ഇനി മീഡിയത്തിലോട്ട് പോകാം. മീഡിയത്തിൻ്റെ അകത്ത് എടുത്തതിന് ശേഷം
നമ്മൾ നേരെ ഇതെല്ലാം കൂടെ ഇങ്ങനെ കോപ്പി ചെയ്യുക. കൺട്രോൾ എ പ്രസ് ചെയ്താലും മതി ഫുൾ കോപ്പി ചെയ്യാനായിട്ട്. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കോപ്പി ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മുടെ ഫോൾഡറിലോട്ട് പോവുക, GTA San Andreasൻ്റെ ഫോൾഡറിൽ. എന്നിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചില കാര്യങ്ങൾ റീപ്ലേസ് ദ ഫയൽ ഡെസ്റ്റിനേഷൻ ചോദിക്കും. സ്കിപ്പ് ദിസ് ഫയൽസ് കൊടുക്കരുത്. റീപ്ലേസ് ദ ഫയൽ ഡെസ്റ്റിനേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം റീപ്ലേസ് ആയിക്കോളും. എന്നിട്ട് നമ്മൾ വീണ്ടും ഡൗൺലോഡ് ചെയ്ത മോഡ് ഫോൾഡറിലോട്ട് പോവുക. അതായത് ഡൗൺലോഡ് ചെയ്ത് വെച്ച സാധനത്തിൽ വീണ്ടും അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ സിംഗിൾ പ്ലെയർ ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഒപ്റ്റിമൈസറിലാണ് നമുക്ക് വേണ്ടത്, ഒപ്റ്റിമൈസർ. അപ്പോൾ ഒപ്റ്റിമൈസറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും നമുക്ക് സേവ് ചെയ്തതായിട്ടുണ്ട്, അതായത് കോപ്പി ചെയ്യണം. ഇതിന് രണ്ട് നിങ്ങൾ കോപ്പി ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം നേരെ വീണ്ടും GTA San Andreasൻ്റെ ഫോൾഡറിൽ വരിക. എന്നിട്ട് വീണ്ടും പേസ്റ്റ് ചെയ്യുക. അപ്പോൾ റീപ്ലേസ് ദ ഫയൽ ഡെസ്റ്റിനേഷൻ ചോദിക്കും, വീണ്ടും റീപ്ലേസ് ദ ഫയൽ ഡെസ്റ്റിനേഷൻ തന്നെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ ആദ്യത്തെ ഫോൾഡറിൽ പോവുക. അതിൻ്റെ അകത്ത് ഇനി ഫിക്സ് പ്രോബ്ലം വിൻഡോസ് 10 അത് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുക. കാരണം എൻ്റെത് Windows 11 ആണ്, എന്നിട്ടും വർക്കായില്ല. ഇത് ഇട്ടപ്പോഴാണ് എനിക്ക് വർക്കായത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ഓപ്പൺ ചെയ്തതിന് ശേഷം, ഈ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മൂന്നും ജസ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്യുക. ഈ മൂന്നെണ്ണവും നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ സാൻ ആൻഡ്രിയാസിൻ്റെ ഫോൾഡറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ആക്കും മുമ്പേ OBS സ്റ്റുഡിയോ ഇട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫുൾ സ്ക്രീനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എൻ്റെത് 920x1080p സ്ക്രീനാണ്. ഗെയിം നമുക്ക് 1080p അലൗഡ് അല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയൊക്കെ വരുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവും നമ്മുടെ ഗെയിമെന്ന്. അപ്പം നമ്മുടെ ഗെയിമിൽ ENB എന്ന് പറയുന്ന ഈ GTA SA കുഴപ്പമില്ല, ഏതുകൊണ്ടും നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ENBയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, പിന്നെ ചിലർക്ക് വർക്കാവത്തില്ല എന്നുണ്ടെങ്കിൽ, ഓപ്പൺ ആവാതെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷോ മോർ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയതിന് ശേഷം കോമ്പാറ്റിബിലിറ്റീസ്, ഇപ്പോൾ പ്രോപ്പർട്ടീസിൽ പോവുക. പ്രോപ്പർട്ടീസിൽ പോയതിന് ശേഷം കോമ്പാറ്റിബിലിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ചെന്നിട്ട് റൺ ഇതിൻ്റെ അകത്ത് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം Windows 7 ആക്കി കൊടുക്കുക. ഈ റൺ 640x480 എന്ന് കൊടുക്കുക. എന്നിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. ഡിസേബിൾ ഫുൾ സ്ക്രീൻ ഒപ്റ്റിമൈസർ കൊടുക്കുക. അപ്ലൈ ചെയ്യുക, ഓക്കെ കൊടുക്കുക, ഗെയിം റൺ ചെയ്യുക. ഓക്കെ, ഞാൻ ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ ഗെയിം ഇപ്പോൾ ഓപ്പൺ ആവും. ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഗെയിം എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും, കാരണം കമ്പ്യൂട്ടറിൻ്റെ ഓരോരോ റീഡിങ് ഫാസ്റ്റ് വെച്ചിട്ട് ആണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗെയിം എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇത് സക്സസ് ആയെന്നുണ്ടെങ്കിൽ അവിടെ ENB സീരീസ് 3.31 എന്ന് എഴുതി കാണിച്ചില്ല. അപ്പോൾ ഗെയിമിൽ നമ്മുടെ ഇത് വർക്കായെന്നാണ് അർത്ഥം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ഗെയിം ഞാൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ട് ഗെയിം, ന്യൂ ഗെയിം. ഓക്കെ, അപ്പം ലോഡായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫസ്റ്റ് വരുന്ന എല്ലാം സ്കിപ്പ് ചെയ്യാം. ഈ എയർപോർട്ടിൻ്റെ സീനൊക്കെ ഞാൻ അടുത്ത് ഡയറക്റ്റ് ഗെയിം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗെയിം. നിങ്ങളുടെ GTA-യും ഇതിൻ്റെ അകത്തുള്ള GTA സാൻ ആൻഡ്രിയാസ് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാനിപ്പോൾ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ചിലവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതെന്തുവാടേ GTA 5 പോലെ ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇത് GTA 5 പോലെ ഇല്ലല്ലോ എന്ന് പറയാനുണ്ടാവും. അപ്പോൾ നമുക്ക് GTA 5 പോലെ ഗ്രാഫിക്സ് ആക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ, ഗ്രാഫിക്സ് കാർഡ് ഉള്ളവർ, അതായത് കമ്പ്യൂട്ടറിൽ ഗ്രാഫിക്സ് കാർഡ് ഉള്ളവർ ഷിഫ്റ്റും എൻ്ററിലും ഒരുമിച്ച് പ്രസ് ചെയ്യാം. ഓക്കെ, ഷിഫ്റ്റ്, അതായത് നമ്മുടെ ഷിഫ്റ്റും എൻ്ററും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ഇനാബിൾ ചെയ്തിടാനായിട്ട് പറ്റും. അതായത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ലെൻസ്, ഡെപ്ത് ഓഫ് ഫീൽഡ്, പിന്നെ മോഷൻ ബ്ലർ, ഷാഡോസ്, ഇതെല്ലാം നിങ്ങളുടെ കമ്പ്യൂട്ടർ അനുസരിച്ചാണ്, ലാഗാവും, സൂക്ഷിച്ച് വേണം ചെയ്യുക. ഓക്കെ, ബ്ലൂം, ക്വാളിറ്റി ഹൈ, ഞാനിപ്പം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലാരിറ്റി കൂടി വരും, മനസ്സിലായില്ലേ? പിന്നെ അഡാപ്റ്റേഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ തിരിച്ചു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഷിഫ്റ്റ് എൻ്റർ കൊടുത്താൽ മതി, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നിന്ന് പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് മോഡ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെയൊക്കെ ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എന്താണെന്ന് പറയാൻ ഒരു ഷൈനി ആയിട്ടുള്ള ബോണറ്റിൻ്റെ ഭാഗമൊക്കെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയറിൽ ഇരിപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഗ്രാഫിക്സ് കാർഡുള്ള കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണോ നിങ്ങൾക്ക് ഗ്രാഫിക്സ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. GTA 5 പോലെ അത് എന്താ പറയുക, എല്ലാം രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്രാഫിക്സ് കാർഡ് വേണം. ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്തവർക്ക് ഇങ്ങനെ കളിച്ചാൽ മതി.
മനസ്സിലായില്ലേ? നോർമലായിട്ട് കളിക്കുന്നതിനെ കാട്ടിയിട്ടും കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. പിന്നെ ചിലവർക്ക് മൗസ് വർക്ക് ആവത്തില്ല. എനിക്ക് മൗസ് വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ ഞാനത് കോമ്പാറ്റബിലിറ്റി ചെയ്തില്ല. ആ കോമ്പാറ്റബിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ മൗസ് വർക്കാവും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെമോ കാണിച്ച് തരാനാണ്. ഞാൻ ഈ GTA San Andreas കളിക്കത്തില്ല. അപ്പം ഞാൻ ഡെഫിനിറ്റീവ് എഡിഷനാണ് കളിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ സ്പാം ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഗെയിം എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ നേരെ ഇൻസ്റ്റാഗ്രാമിൽ വരിക, ബിജോയ്. ഓക്കെ, ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കുക. അതിൽ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുക. അല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് വഴി കൊടുത്തു കഴിഞ്ഞാൽ ബാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അക്കൗണ്ട് ബാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ അക്കൗണ്ട്, അതായത് യൂട്യൂബ് അക്കൗണ്ട്. ഓക്കെ, അത് നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് എൻ്റെ ഒരു ഗെയിമിംഗ് ചാനലുണ്ട്, സ്റ്റിയറിംഗ് മച്ചാൻ. ഓക്കെ, നമ്മൾ ഗെയിം പ്ലേ മറ്റേ വീൽ വെച്ചിട്ടുള്ള ഗെയിം പ്ലേ ആണ് നോക്കുന്നത്. അത് ഇഷ്ടമുള്ളവരാണ് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ഗെയിമിങ്ങിൻ്റെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ളതും കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്.